എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. അപ്പൊ സാധനയില് വളരെ ക്രൂഷ്യലാണ് സാധന. നമ്മുടെ വലിയ ദുഃഖം, അതായത് നമ്മുടെ വലിയ ഒരു ദുഃഖം വരുമ്പോ ആ ദേവത പോയി എന്നർത്ഥം. കാരണം നമുക്ക് ഡിപ്രഷൻ വരുന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കുക. അപ്പൊ അതൊക്കെ എന്താ, നമ്മുടെ ആ ഒരു ദേവത നമ്മുടെ ശരീരത്തിൽ ഇല്ല, ഇല്ലെങ്കിൽ അത് ഡോർമെന്റ് ആയിട്ടിരിക്കുകയാണ്, അത് ആക്ടിവേറ്റഡ് ആയിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് നമുക്ക് ക്ഷീണവും തളർച്ച, അല്ലെങ്കിൽ നല്ല ഒരു പവർഫുൾ, അതിനെയാണ് എനർജി ബോഡി എന്ന് പറയുന്നത്. നമുക്കറിയാം സ്ഥൂല ശരീരം, നമ്മള് പഞ്ചകോശങ്ങളുണ്ട്. സ്ഥൂല ശരീരം കഴിഞ്ഞാൽ നമുക്ക് എനർജി ബോഡിയാണുള്ളത്. ആ എനർജി ബോഡി, എനർജി എവിടെ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ പവേഴ്സ് ആണ്. ഈ പവേഴ്സിന്റെ ഒരു ടോട്ടാലിറ്റിയാണ് നമ്മള് എനർജി എന്ന് പറയുന്നത്. ഇപ്പോ ആ ഒരു അരമണിക്കൂർ ജപിക്കുമ്പോൾ നമ്മൾ എന്താ, വീണ്ടും ആക്റ്റീവ് ആവുകയാണ്. കാരണം ഇതൊരു ജനറേറ്റിംഗ് പവർ ആണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു മൂലാധാരത്തിലിരിക്കുന്ന ശക്തിയുടെ ഒരു വൃക്ഷത്തിന്റെ വേരും അതിന്റെ ട്രങ്ക്, അതിന്റെ എന്താ പറയാ ബ്രാഞ്ചസ് എന്ന് പറയും പോലെയാണ് നമ്മുടെ ശരീരത്തിൽ. അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് ഊർധ്വമൂലം അധശാഖം. ആ തലകീഴായി കിടക്കുന്ന ഒരു അരയാൽ വൃക്ഷമാണ്. ബുദ്ധിയിൽ നിന്നാണ് വേരുകൾ താഴോട്ട് വന്നിരിക്കുന്നത്. പാദം വരെ, പാദമൂലം വരെ നമ്മുടെ ഈ നെർവ്സ് ഒക്കെ കിടക്കണം. അപ്പൊ ശരീരത്തിൽ എന്തൊരു ചെറിയ ആക്ടിവിറ്റി സംഭവിച്ചാലും ശരീരം മുഴുവനും അതിന്റെ റിയാക്ഷൻ ഉണ്ടാവും. അപ്പോ നമ്മുടെ ഇതിനെന്താ, ഈ ദേവതകളുടെ ആക്റ്റീവ് അല്ലെങ്കിൽ നമുക്ക് എന്താ പറ്റുന്നത്, നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും, മനോനില നമ്മളെ ബാധിക്കും, നമുക്ക് ദുഃഖം വരും, ആരോട് സംസാരിക്കണം തോന്നില്ല, സാധന ചെയ്യണം തോന്നില്ല. ഇതെല്ലാം നമ്മുടെ അതിന്റെ നെഗറ്റീവ് ഇഫക്ട്സ് ആണ്. ഇപ്പൊ ഒരാളെ കാണുമ്പോൾ തന്നെ അവരുടെ മുഖത്ത് നിന്ന് നമുക്ക് ആ ഒരു ബോഡി, ഒരു ലാംഗ്വേജിൽ നിന്ന് നമുക്ക് ആ അവസ്ഥ അറിയാൻ പറ്റും, ഇല്ലേ? ഒരു ചേതന, വളരെ ചൈതന്യവത്തായിട്ടുള്ള ഒരു മുഖം, കണ്ണുകളിലുള്ള തിളക്ക, ഇതൊക്കെ കാണുമ്പോൾ ആ മന്ത്രം നന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗുരുക്കന്മാർ അങ്ങനെയാണ് നമ്മളെ മനസ്സിലാക്കുന്നതും വിലയിരുത്തുന്നതും. അപ്പോ ഈ സ്ലീപ്പിംഗ് ദേവതകളെ ഉണർത്തി എനർജറ്റിക് ആക്കുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഋഷിന്യാസം, കരന്യാസം, ഷഡംഗന്യാസം എല്ലാം ചെയ്യുന്നത് ഇതിനാണ്. അപ്പൊ ഇനി കുറച്ച് ന്യാസങ്ങളുണ്ട്, നമ്മളെല്ലാം അതിന് ഏതാ ലളിതാ സഹസ്രനാമം പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും. വർണ്ണന്യാസമുണ്ട്, സൃഷ്ടിന്യാസം, സ്ഥിതിന്യാസം. അപ്പൊ നമ്മള് ഇതുവരെ കണ്ടതിൽ ഒന്നും കൂടെ നോക്കുകയാണെങ്കിൽ ഋഷിന്യാസം എവിടെയാ നമ്മൾ ചെയ്യുന്നത്, ശിരസിലാണ്. കരന്യാസം നമ്മൾ കരങ്ങളിലാണ് ചെയ്യുന്നത്. കരങ്ങളില് അങ്കുഷ്ടാഭ്യാം നമ എന്ന് പറഞ്ഞ് തുടങ്ങും. രണ്ട് കൈയും നൂത്തുവെച്ച് തള്ളവിരൽ, ഇൻഡെക്സ് ഫിംഗറിനെയാണ് അങ്കുഷ്ടം എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിക്കണം, അതിന്റെ പേരുകള് തർജനി, മധ്യമ, അനാമിക, കനിഷ്ഠിക, അങ്ങനെ 5 വിരല് പഞ്ചഭൂതത്തെ റെപ്രസെന്റ് ചെയ്യുക. എന്തിനാണ്? ഈ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള പഞ്ചീകൃതമായിട്ടുള്ള പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് നമ്മള്. അപ്പൊ ഈ കരങ്ങൾ എന്ന് പറയുന്നത് കർമ്മം ചെയ്യുകയാണ്. അപ്പൊ ഈ കർമ്മം ചെയ്യുമ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ ആക്ട് ഈ 5 വിരലും പഞ്ചഭൂതാത്മകമാണ്. അതുകൊണ്ടാണ് ഭൂമി, ജല, അഗ്നി, വായു, ആകാശമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ആക്ടിവേഷൻ വരുമ്പോൾ നമ്മുടെ പല സൈക്കിക് സെന്റേഴ്സ്, നമ്മളെ കാണാത്ത സൂക്ഷ്മ സ്ഥലങ്ങളിലൊക്കെ ഇതിന്റെ വ്യത്യാസം വരുന്നത്. അംഗന്യാസം ശരീരത്തില് എന്താ പറയാ ഒരുപാട് മാറ്റം വരുത്തുന്നുണ്ട്. ഇപ്പൊ വർണ്ണന്യാസം എന്ന് പറഞ്ഞാല് അക്ഷരങ്ങൾ കൊണ്ടുള്ള ന്യാസമാണ്. വർണ്ണം എന്ന് പറഞ്ഞാൽ അക്ഷരം. അകാരാന്തി ക്ഷകാരാന്ത അക്ഷര സ്വരൂപമായിരിക്കുന്ന ഭഗവതി. അതേതാണ്? നമ്മുടെ മൂലാധാരം മുതൽ 4, 6, 10, 12, 16, 2 51 അക്ഷരാളി. അപ്പൊ ഈ 50 അക്ഷരങ്ങളെ നമ്മൾ എങ്ങനെയാ ഉണർത്തുന്നത്? അവിടെയുള്ള മന്ത്രജപം കൊണ്ട് പത്മമായിരിക്കുന്ന, പെറ്റൽസ് ആയിരിക്കുന്ന, നമ്മളെല്ലാം എന്താണ്, അധോമുഖമായിരിക്കുന്ന പെറ്റൽസ് ആണ് ഷഡാധാരങ്ങള്. അവിടെ നമ്മൾ മന്ത്രത്തെ ജപിക്കുമ്പോൾ അത് ആക്ടിവേറ്റഡ് ആയിട്ട് സൂര്യനെ കൊണ്ട് താമര വിടരുന്ന പോലെ പത്മം മേളിലേക്ക് തുറക്കുക. അപ്പൊ ഈ അക്ഷരന്യാസം എന്ന് പറയുന്നത് നമ്മുടെ അകത്ത്, നമ്മുടെ പെറ്റൽസിൽ മന്ത്രം ജപിക്കുമ്പോൾ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. അപ്പോ എല്ലാം നമ്മൾ എന്താ ചെയ്യണത്, ദേവതകളെ ക്ഷണിക്കുക ചെയ്യുന്നത്. അപ്പോ മൊബൈല് ചാർജ് ചെയ്യുന്നത് പോലെ നമ്മുടെ ശരീരം ചാർജ് ചെയ്യണം. കാരണം ജഡമാണ് ശരീരം. ഈ ശരീരം, ഈ ജീവൻ പോയി കഴിഞ്ഞാൽ വെറും ജഡം, വെറും 68 ഗ്രാം ചാരമാണ് ഈ ശരീരം. പറഞ്ഞ 72% വെള്ളവും ബാക്കിയുള്ളതെല്ലാം അഗ്നി, ആകാശം, വായു, ഇത് ചേർന്ന വെറും ഒരു എന്താ പറയാ ഒരു പാക്ക്, ഒരു കാണാൻ മാത്രം ഇങ്ങനെ ഇരിക്കുന്ന ഊതി വീർപ്പിച്ച ബലൂൺ പോലെ വെറും ഒരു ജഡശരീരം. അപ്പൊ ഇതിനകത്ത് ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്താണ്? ഇതിനകത്തിരിക്കുന്ന ദേവതകളാണ്. അപ്പൊ ഈ ശരീരം ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണോ മൊബൈലിൽ ചാർജ് പോകുമ്പോൾ ആ ഒരു ഇലക്ട്രിസിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യുന്നത്, അതുപോലെ ഈ ന്യാസം എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തെ ചാർജ് ചെയ്യും. ചാർജ്ഡ് ബോഡിക്ക് എന്താ, കൂടുതൽ എനർജി കൂടും.
അപ്പൊ ഇനി നമുക്ക് ധ്യാനം, ആവാഹനം, ജപം ഇതെല്ലാം ചെയ്യണമെങ്കിൽ എന്താ, ഈ ചാർജ് ചെയ്ത ശരീരം വെച്ചിട്ടേ ചെയ്യാൻ പറ്റൂ. കാരണം അല്ലെങ്കിൽ ഈ ദേവതകളെല്ലാം ഉറങ്ങിക്കിടക്കുകയായിരിക്കും. നമുക്ക് ചാർജ് ചെയ്യുമ്പോഴോ ആ ധ്യാനിക്കുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടും, ആവാഹനം ചെയ്യാൻ പറ്റും, ജപം ചെയ്യണം. ജപം ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടും. കാരണം ദേവതകൾ നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് കൊണ്ടുപോകും. ഈ ഡോർമെന്റ് ആയിരിക്കണമെങ്കിലോ നമുക്ക് ക്ഷീണം, ഉറക്കം, ആലസ്യം, തമോ ഗുണമൊക്കെ വന്നിട്ട് നമുക്ക് നമ്മുടെ ഈ കാരണം നമ്മൾ പുറത്ത് ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന പോലെ അല്ല അകത്ത് ചെയ്യുന്ന ജപങ്ങള്. അകത്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കൂടുതൽ സട്ടിലാണ്, കാണാൻ പറ്റില്ല. അപ്പോ നമ്മള് ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്, എൻ്റെ അടുത്ത് ഒരു ചോദ്യം ഉണ്ടായിരുന്നത്, മാല വെച്ചിട്ടാണ് 108 ജപിക്കുന്നതെന്ന് പറഞ്ഞു. നമുക്കറിയാം മാല എന്ന് പറയുന്നത് 108 മണികൾ ചേർന്നത്, 504 മാലകളുണ്ട്. പക്ഷെ സാധാരണഗതിയിൽ 108 മണികൾ ഉണ്ടാവും. എന്താണ് ഈ മാലയ്ക്കുള്ള പ്രത്യേകത? ഓരോ ദേവതാ സങ്കല്പത്തിന് നമ്മൾ ഓരോ മാലകൾ ഉപയോഗിക്കാറുണ്ട്. ശിവനെ ജപിക്കുമ്പോൾ നമ്മൾ രുദ്രാക്ഷം ഉപയോഗിക്കും, വിഷ്ണുവിനെ ജപിക്കുമ്പോൾ നമ്മൾ തുളസിമാല ഉപയോഗിക്കും, സ്ഫടികമാല. ദേവിക്ക് വളരെ വിശേഷ സ്ഫടികമാലയാണ് അല്ലെ. അത് മാല വെച്ചിട്ടാണ് ജപിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ജപിക്കണം? നമ്മുടെ ശരീരം സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ടായിരിക്കുമല്ലോ നമ്മൾ ജപിക്കുന്നത്. അപ്പോ മണിപൂരകത്തിന്റെ താഴെ മാല പിടിക്കരുത്. അതായത് പൊക്കിളിന് താഴെ മാല പിടിച്ച് ജപിക്കരുത്. നമ്മൾ സാധാരണഗതിയിൽ എന്താ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കൈ മടിയിൽ വെച്ചിട്ട് നമ്മൾ മാല മടിയിലിട്ടിട്ട് ജപിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം അതിന്റെ കറക്റ്റ് സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ എന്താ, അനാഹത ചക്രമാണ്. അനാഹത ചക്രത്തിന്റെ നേരെ കൈ ഒരു ആംറസ്റ്റിനകത്ത് കൈ കുറച്ച് പൊക്കി വെച്ചിട്ട്, സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഋഷിമുനിമാര് ധ്യാനിക്കുമ്പോൾ അവർക്കൊരു കയ്യിലൊരു ഊന്നുവടി ദണ്ഡ്, അതിനെയാണ് യോഗദണ്ഡ് എന്ന് പറയുന്നത്. അതിൽ കൈ വെച്ചിട്ട്, അതായത് ഹൃദയത്തിൽ ചേർത്ത് വെച്ചിട്ട്, ഇഷ്ടദേവത ഇരിക്കുന്നത് അനാഹത ചക്രത്തിലാ. അപ്പൊ കൈ അവിടെ വെച്ചിട്ട് ഇങ്ങനെയാണ് അവർ ജപിക്കുന്നത്. ആ മാലകളെ മുമ്പിലോട്ട് സാധാരണ മാല ജപിക്കുന്നതിന്റെ വിധം കൂടെ നമുക്ക് പറയാം. ആ ഒരു കറക്റ്റ് സ്ഥാനം എന്ന് പറയുന്നത് അനാഹത ചക്രമാണ്. മാല എന്ന് പറയുമ്പോൾ ഒരു മാലയ്ക്ക് 108 മണികളുണ്ട്. അപ്പൊ അതിനൊരു മേരുദണ്ഡമുണ്ട്. മേരു എന്ന് പറയുന്നത് പ്രധാന ദേവതയാണ്, ആദ്യത്തെ ഒരു മുത്ത് മാറി നിൽക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ചൂണ്ട് വിരൽ മാറ്റി വെച്ചിട്ട് രണ്ടാമത്തെ വിരലിൽ മാല വെച്ചിട്ട് എപ്പോഴും മുത്തുകൾ അകത്തോട്ടാണ് ജപിക്കേണ്ടത്, പുറത്തോട്ടല്ല. മന്ത്രം എവിടെയോട്ടാ പോകുന്നത്? നമ്മൾ ജപിക്കുമ്പോ മന്ത്രം അകത്തോട്ടല്ലേ പോകുന്നത്. അപ്പൊ ഈ മാല എവിടെയാണ് വെക്കുന്നത്? മാല വെക്കുന്ന പെട്ടിയാണ് നമ്മൾ ഗോമുഖി എന്ന് പറയുന്നത്. മാല എപ്പോഴും പെട്ടിക്കകത്ത് മാത്രമേ വെക്കാവൂ. മാല ജപിച്ചു കഴിഞ്ഞ് അലക്ഷ്യമായിട്ട് നമ്മൾ മേശപ്പുറത്തും എല്ലായിടത്തും വലിച്ചെറിയാൻ പാടില്ല. കാരണം ഓരോ മന്ത്രം ജപിക്കുമ്പോഴും മന്ത്രദേവതയുടെ ആക്ടിവേഷൻ ആ മാലയിൽ ഉണ്ടാവും. അപ്പൊ ദേവതയെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് മാല വലിച്ചെറിയുന്നത്. മാല എപ്പോഴും അവരവരുടെ മാല കൈമാറാൻ പാടില്ല, വേറൊരാൾക്ക് കൊടുക്കാൻ പാടില്ല. ആ മാല വെച്ച് ജപിച്ചു കഴിഞ്ഞ് വളരെ പ്രഷ്യസ് ആയിട്ട് 2 കണ്ണിലും വെച്ച് ദേവതയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഗോമുഖം എന്ന് പറയുന്ന പൗച്ചിനകത്ത് നമ്മളൊരു ചെറിയ പെട്ടി ഇല്ലെങ്കിൽ ഒരു വെൽവെറ്റിന്റെ തുണി അതിനകത്ത് സൂക്ഷിച്ചു വെക്കണം. പിറ്റേ ദിവസം അത് ജപിക്കുമ്പോൾ മാത്രമേ നമുക്ക് എടുക്കാവൂ അത്. കാരണം ഈ പറഞ്ഞ മാല ചിലര് സുഖമില്ലാതെ കിടക്കുമ്പോൾ ഈ മന്ത്രശക്തിയാണ് ഈ മാലയ്ക്കുള്ളത്. അത് നല്ല കഴുകി ശുദ്ധമാക്കിയതിന് ശേഷമാണ് നമ്മൾ അത് വെക്കുന്നത്. അപ്പൊ അതുപോലെ ഈ മന്ത്രം അതിന്റെ ഒരു ആക്ടിവേഷൻ അതിലുണ്ടാവും. അപ്പൊ നമുക്ക് ജപിക്കാൻ പറ്റാത്തപ്പോഴ് ചിലപ്പോൾ മനസ്സിന് ഡിപ്രഷൻ വരുമ്പോഴൊക്കെ ഈ മാല എടുത്തിട്ടാല് അവരവർക്ക് ഒരുപാട് ഈ ജപിക്കുന്ന മന്ത്രത്തിന്റെ എല്ലാം നമ്മുടെ ശരീരത്തിന് കിട്ടും. സുഖമില്ലാതെ കിടക്കുമ്പോഴ്, പണ്ടത്തെ കാലത്ത് മരണസമയത്ത് ഈ മാല കഴുത്തിലിട്ട് കിടക്കാറുണ്ട്. കാരണം നമ്മള് ജപിച്ച മാലയാണ്. അപ്പോ ഗോമുഖം എന്ന് പറയുന്ന പൗച്ചിനകത്ത് അതിനകത്തുനിന്ന് എടുത്ത് വേണം ജപിക്കാൻ. ജപിച്ച് 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 മടിയിലോട്ട് ഇടരുത്. അപ്പോ അതിനായിട്ട് ഒരു ചെറിയ ബാഗ് എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. അതിനെ അടച്ചു വെക്കണം. വേറെ ആരും അതിന്റെ ദേഹത്ത് തൊടുന്നതിന് ഇഷ്ടമല്ല. നമ്മുടെ ശരീരം പോലെ തന്നെയാണ് അതിന്റെ മന്ത്രശരീരം. നമ്മൾ ഇങ്ങനെ കുളിച്ച് ശുദ്ധമായിട്ടിരിക്കുമ്പോൾ വേറെ ആരെങ്കിലും വന്ന് തൊടുന്നത് നമുക്ക് ഇഷ്ടാവോ? അതുപോലെ ഈ മാലയ്ക്ക് വേറെ ആരും തൊടുന്ന ഇഷ്ടമല്ല. അത് അതിന്റെ ഇഷ്ടദേവത, അതിനെ ജപിക്കുന്ന ആളുമായിട്ടാണ് അത് ഇരിക്കുന്നത്. അപ്പൊ നമ്മളെ പോലെ തന്നെ പ്യുവർ ആയിട്ടുള്ള ഒരു ദേവതയാണത്. മാല സ്ഥിരം നമ്മൾ ഗോമുഖിൽ തന്നെ വെക്കണം. ജപിക്കുന്നത് അകത്തോട്ട് ജപിക്കണം. മേരുദണ്ഡം ക്രോസ് ചെയ്യരുത്. മേരുദണ്ഡം അതായത് ഒരു ദേവത ഇരിക്കുമ്പോൾ അതിന്റെ തലയിലെ ശിരസിന്റെ മേളിൽ കൂടെ ചാടിപ്പോകുന്ന പോലെയാണ് മേരുദണ്ഡം ക്രോസ് ചെയ്യുക. കാരണം ഈ ജപിക്കുന്നത് മേരു എന്ന് പറയുന്ന പ്രധാന ദേവതയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ താഴോട്ട് ജപിച്ച് വിരലിൽ അകത്തോട്ട് കൊണ്ടുവരണം. തിരിച്ച് ആ ഒരു റൗണ്ട് നമ്മൾ മേളിൽ എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും സ്റ്റാർട്ട് ചെയ്ത ഭാഗത്തുനിന്ന് തുടങ്ങണം. അല്ലാതെ മേരുവിന്റെ മേളിൽ കൂടെ ഒരിക്കലും ക്രോസ് ചെയ്ത് വരരുത്.
അപ്പൊ അതിനെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ്. പിന്നെ ഏറ്റവും നല്ലത് ഇൻഹെയിൽ എക്സെയിൽ ചെയ്യുമ്പോഴത്തേക്ക് ആ ജപത്തിനോട് ചേർത്ത് ചെയ്താൽ അതിനെ മധ്യമ ജപം എന്നാ പറയുന്നത്. കാരണം മന്ത്രം അകത്തോട്ടെടുക്കുക, പറ്റിയില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം പറ്റുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര നല്ലതാണ്. അകത്തോട്ടെടുക്കുമ്പോൾ ഒരു മന്ത്രം, അവിടെ നിർത്തുന്നത് ഒന്ന്, തിരിച്ച് എക്സെയിൽ ചെയ്യുമ്പോൾ ഒരു മന്ത്രം, അങ്ങനെ 3 മന്ത്രം നമുക്ക് ഒരുമിച്ച് ചെയ്യാം ഒരു പ്രാണായാമത്തിൽ. അത് അവരവരുടെ ഇഷ്ടം. അങ്ങനെ നമുക്ക് നിർത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 2 നിർത്താം, എങ്ങനെ വേണമെങ്കിലും. അപ്പോ മനസ്സ് നിൽക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം കുറച്ച് ഉയർന്ന ശബ്ദത്തിൽ, തുടക്കക്കാർക്ക് മനസ്സ് അവിടെ നിൽക്കുന്നില്ലെങ്കിൽ മാല വെച്ച് ജപിക്കുമ്പോൾ നമുക്ക്, അതാണ് ഉപാംശു എന്ന് പറയുന്നത്, നമുക്ക് കേൾക്കുന്ന ശബ്ദത്തിൽ നമുക്ക് ജപിക്കാം. ജപിച്ച് പതുക്കെ 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 മനസ്സ് എന്താ പറയാ, ജപിച്ച് മനസ്സിനെ നിയന്ത്രിക്കുമ്പോൾ അത് മാനസിക ജപമായിട്ട് പിന്നെ മാറും. പിന്നെ നമുക്ക് ജപിക്കേണ്ട ശബ്ദം, കാരണം ശബ്ദം നമ്മൾ ഒരുപാട് എടുക്കുമ്പോൾ എനർജി വെളിയിലോട്ടാ പോകുന്നത്. മന്ത്രം മനസ്സിന്റെ ആണ്, മന്ത്രം എപ്പോഴും അകത്ത് നിൽക്കേണ്ടതാണ്. വെളിയിലോട്ട് ആ എനർജി പോവാതിരിക്കാനാണ് നമ്മൾ അകത്ത് ജപിക്കുന്നത്. അപ്പൊ അങ്ങനെ എപ്പോഴും മന്ത്രജപം ചെയ്യുന്നത് ഒരു സൈലൻസിലായിരിക്കണം. അല്ലാതെ TV അവിടെ ഉറച്ചു വെച്ചിട്ട് അതിലെ കുറെ ബഹളത്തിന്റെ ഇടയിൽ ഇരുന്നല്ല മന്ത്രം ജപിക്കേണ്ടത്. മന്ത്രം എപ്പോഴും ഒരു സൈലന്റ് ആയിട്ട്, ഒരു ശാന്തമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ വേണം ജപിക്കാന്. ആ ഒരു ഒറ്റ ചിന്ത ആ ജപദേവത മാത്രമായിരിക്കണം. നമുക്ക് ഒരു ഡ്യുവൽ മൈൻഡ്, 2 മനസ്സുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് അതിന്റെ ലെസ് ഫ്രൂട്ട്, നമുക്ക് അതിന്റെ ഫലം കുറച്ചേ കിട്ടുള്ളൂ 2 മനസ്സ് വെച്ച് നമ്മൾ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ. അപ്പോ ഇരിക്കുന്നത് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തിലിരുന്നാൽ നല്ലതാണ്. കഴിയുന്നതും ഒരേ സ്ഥലത്തിരുന്ന് ഒരേ സമയത്ത് ജപിക്കുകയാണെങ്കിൽ എല്ലാം ആ സമയമാകുമ്പോൾ നമ്മുടെ മനസ്സ് അതിനു വേണ്ടി ദാഹിക്കും. നമ്മൾ ഈ ഒരു കുതിരയെ പോലെയാണ്, ടൈം ചെയ്തു കഴിഞ്ഞാൽ മനസ്സ് വളരെ നമ്മുടെ നിയന്ത്രണത്തിൽ വരും. എല്ലാ ദിവസവും ഒരു നേരത്തെ കുളിക്കുന്നെന്ന് വെക്കുള്ളൂ, ഒരു 8 മണിക്ക് കുളിക്കുക നമ്മള്. ആ 8 മണിയാകുമ്പോൾ കുളിക്കണം 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 എന്ന് മനസ്സ് നമ്മളെ ഓർമ്മിപ്പിക്കും. അതുപോലെ എല്ലാ ദിവസവും 8:30 ഭക്ഷണം കഴിക്കുന്ന ഒരാളാണെന്ന് വെക്കൂ, ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് 8:30 കഴിക്കുന്നു, 8:30 ആകുമ്പോൾ വിശക്കും. അപ്പൊ ഇത് ആരാ നമ്മളോട് പറയുന്നത്? നമ്മുടെ മനസ്സാ പറയുന്നത്. അതുപോലെ മന്ത്രം ജപിക്കാൻ നമ്മൾ ഒരു കറക്റ്റ് ടൈം വെക്കുമ്പോ എന്താ കഴിയുന്ന, നമ്മൾ ഓർത്തില്ലെങ്കിൽ പോലും ആ മനസ്സിലിരിക്കുന്ന ആ ശക്തി നമ്മളെ ഓർമ്മിപ്പിക്കും. അപ്പോ മനസ്സൊരു ട്യൂണറാണ്. നമ്മൾ ടൈമിനനുസരിച്ച് മൈൻഡിനെ നമുക്ക് ട്യൂൺ ചെയ്ത് വെച്ചാല് എന്താ, ആ മന്ത്രജപം നമുക്ക് എപ്പോഴും എന്താ പറയാ, ഒരു സെയിം ടൈമിലാവുമ്പോൾ അത് കൂടുതൽ അബ്സോർബ് ചെയ്യാൻ പറ്റും. ആ ഒരു സ്പീഡിനെ നമ്മൾ എന്താ പറയാ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ടൈമിലത്തേക്ക് ട്യൂൺ ചെയ്ത് വെക്കണം. അപ്പോ നമ്മള് മന്ത്രജപം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഇഷ്ട ദേവതയെ വിളിക്കുകയാണ്. ആ അമ്മ വരൂ, ഏത് ദേവതയാണോ നമ്മൾ ജപിക്കുന്നത് ആ ദേവതയും ഞാനുമായിട്ടുള്ള ഞാനും എൻ്റെ ദേവതയും മാത്രം ഒരു എന്താ പറയാ, ഒരു ഏകാന്തത്തിലുള്ള ഒരു സംഭാഷണമാണ് നമ്മുടെ മനസ്സും ആ ദേവതാ സങ്കല്പവും കൂടെ. അപ്പൊ എന്താ വേണ്ടത്? ആ ദേവതയുമായിട്ടുള്ള ദേവതയുടെ സറണ്ടർ ചെയ്തിട്ട്, ഒരിക്കലും ദേവതയെ ജപിക്കുമ്പോ, ഇപ്പൊ ഗണപതിയെ ജപിക്കുമ്പോ സുബ്രഹ്മണ്യനെ മനസ്സിൽ വിചാരിക്കരുത്. കാരണം സഗുണ ഉപാസനയിൽ നമ്മൾ മന്ത്രത്തിന് ഓരോ തരംഗങ്ങളുണ്ട്. സുബ്രഹ്മണ്യന്റെ തരംഗം വേറെ, ഗണപതിയുടെ വേറെ, ചണ്ഡികയുടെ വേറെ, കൃഷ്ണന്റെ വേറെ. അപ്പൊ ഏത് ദേവതയാണോ ജപിക്കുന്നത് ആ ദേവതയുടെ, അഥവാ ഇനിയിപ്പം നമുക്ക് ആ രൂപധ്യാനം വന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു വെളിച്ചം പോലെ, പ്രകാശമാണ് ദേവതകളെല്ലാം തന്നെ, പ്രകാശമില്ലാതെ പ്രകാശമായിട്ട് സങ്കല്പിച്ച് നമുക്ക് ജപിക്കാം. പിന്നെ മന്ത്രമാല നമ്മൾ എണ്ണുന്ന ആ മന്ത്രമാല വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല, അത് കളയരുത്. സുഖമില്ലാതെ കിടക്കുമ്പോൾ അത് കഴുത്തിലിട്ട് കിടക്കാം. ആ മന്ത്രദേവത നമുക്ക് വേണ്ടി ജപിച്ചോളും. കാരണം നമ്മൾ ജപിക്കുന്നത് അത്രയും ആ ദേവതയുടെ ആ മണിയിൽ ഉണ്ടായിരിക്കും. കാരണം നമ്മള് വൈബ്രേഷൻ ആണ്, കയ്യിൽ വെച്ചിട്ടാ ജപിക്കുന്നത്, മന്ത്രങ്ങൾ തരംഗങ്ങളാണ്. അപ്പൊ അതിന് വളരെ ആക്ടിവേറ്റഡ് ആയിരിക്കും. പിന്നെ മന്ത്രദേവത വന്ന് നമുക്ക് ജപിക്കുമെന്ന് പറയണു. കാരണം എന്താ, നമ്മള് ആ മന്ത്രദേവതയായിട്ട് മനസ്സുകൊണ്ടൊരു താതാത്മ്യം ഉണ്ടാക്കിക്കൊള്ളണം. ഈ മാല വളരെ ശക്തമാണ്. അപ്പൊ ദേവിക്ക് സ്ഫടികം വെച്ച് നമുക്ക് ജപിക്കാം. ഇനി മന്ത്രസിദ്ധിയെ കുറിച്ചാണ് പറയണത്. മന്ത്രസിദ്ധി എന്ന് പറയണത് പുരസ്ചരണം എന്നാണ് അതിന് പറയുന്നത്. മന്ത്രസിദ്ധി, പുരസ്ചരണം എന്ന് പറഞ്ഞാൽ വീണ്ടും 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 ആ മന്ത്രത്തെ വീണ്ടും ആവർത്തിച്ച് ജപിച്ച് ഞാൻ പറഞ്ഞില്ലേ, പാറയില് കുറെ തുള്ളി തുള്ളിയായിട്ട് വെള്ളം വീഴുമ്പോ പാറയിൽ പോലും കുഴിയുണ്ടാവും. അതുപോലെ മന്ത്രത്തെ ജപിച്ച് ആ ഒരു ഫ്രീക്വൻസി, ആ ഒരു തരംഗത്തെ നമ്മുടെ ശരീരത്തില് ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ പുരസ്ചരണം എന്ന് പറയുന്നത്. ദേവത, ഋഷി, ജപിക്കുന്ന ആള് എല്ലാം ഒന്നാണ് എന്ന് തോന്നുന്നതാണ് മന്ത്രസിദ്ധി. ജപിക്കുന്ന ആള്, ദേവത, ഋഷി, ഇത് കണ്ടുപിടിച്ച ഋഷിയും ദേവതയും ഞാനും ഒന്നാണ് എന്നുള്ളൊരു തോന്നൽ വരും. ഇതിനെയാണ്
എന്താ പറയാ മന്ത്രസിദ്ധി എന്ന് പറയുന്നത്. അപ്പോ ഈ മന്ത്രസിദ്ധി വരുത്തിയ ദേവതയ്ക്ക് എന്താ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ അത് എപ്പോഴും റെഡി ആയിട്ട് ആക്റ്റീവായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കും. നമ്മൾ എന്ത് പറഞ്ഞാലും അത് ചെയ്യും. ഗണപതി പുരസ്ചരണം ഇല്ലെങ്കിൽ ബാല പുരസ്ചരണം. പുരസ്ചരണം കഴിഞ്ഞ ദേവത ആക്റ്റീവായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടാവും, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും, നമുക്ക് വേണ്ടത് ചെയ്തു തരും. അപ്പോ പുരസ്ചരതി ഇതി എന്താ പുരസ്ചരൺ, അതായത് പുരാചരതി, നമ്മുടെ പുരം, നമ്മുടെ ശരീരത്തിനകത്ത് ഇരിക്കുന്ന ദേവതയിലോട്ട് നടന്നു പോവുക. ചരതി എന്ന് പറഞ്ഞാൽ ചരിക്കുക, എത്തിച്ചേരുക. അപ്പൊ അതിന് ആ പുരസ്ചരണം എന്ന് പറഞ്ഞാൽ എന്താ, പുരാചരതി, അതിനാണ് പുരസ്ചരൺ എന്ന് പറയുന്നത്. ഇതിന് പ്രാധാന്യം, എത്ര മന്ത്രത്തിന് എത്ര അക്ഷരമുണ്ടോ അക്ഷരരക്ഷം എന്ന് പറയും. ഇപ്പൊ ഒരു ബാലാമന്ത്രം ഐം ക്ലീം സൗഹു എന്ന് വെക്കും, 3 അക്ഷരമുണ്ട്. ഇപ്പൊ 3 ലക്ഷം, ഒരക്ഷരത്തിന് 1 ലക്ഷം മന്ത്രം. അപ്പൊ അങ്ങനെ ബാലയ്ക്ക് ത്രയക്ഷരി ബാല ജപിക്കുകയാണെങ്കിൽ 3 ലക്ഷം, അതാണ് അതിന്റെ കണക്ക്. ഇപ്പൊ അക്ഷര ലക്ഷം എന്നുള്ളത് ശരിക്കും ഒരു പ്യുവർ ഫോം ഓഫ് ഈശ്വരൻ. നമ്മുടെ ഈശ്വരൻ എപ്പോഴും പ്യുവർ ആണ്, നമ്മുടെ ശരീരം പ്യുവർ ആക്കാനാണ് നമ്മൾ ഇത് ജപിക്കുന്നത്. ജപിച്ചിട്ട് ഫലം കിട്ടാതിരിക്കാൻ കാരണം എന്താ, നമ്മുടെ പാസ്റ്റ് കർമാസ് ബേൺ ചെയ്തിട്ടില്ല. പാസ്റ്റ് കർമ്മങ്ങളെല്ലാം നമ്മുടെ എന്താ ആ അഗ്നിയില് ഇട്ട് കത്തുന്ന പോലെ ഈ പറയുന്ന നമ്മുടെ പൂർവ്വജന്മാർജിത കർമ്മങ്ങളെല്ലാം ദഹിച്ചാൽ മാത്രമേ നമുക്ക് മന്ത്രസിദ്ധി കിട്ടുള്ളൂ. അപ്പൊ അതിനെന്ത് വേണം, വാസനാക്ഷയം വരണം. അത് മന്ത്രം കൊണ്ട് കുറഞ്ഞു കുറഞ്ഞു വരും, സംശയമില്ല. മന്ത്രം കൊണ്ട് മന്ത്രം ജപി ഏറ്റവും ശുദ്ധം ഉണ്ടാക്കുന്ന മന്ത്രം ബാലാമന്ത്രമാണ്. നമ്മളെ എന്ത് കർമ്മങ്ങൾ ചെയ്താലും നമ്മള് മനസ്സ് വാക്ക് പ്രവൃത്തി കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങള് ദോഷങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാവും. ഒരിക്കലും എന്താ പറയാ നമ്മുടെ പഞ്ചദശി എന്ന് പറയുന്ന ശ്രീവിദ്യ മന്ത്രം നമുക്ക് ജപിക്കാനുള്ള അർഹത കുറഞ്ഞു കുറഞ്ഞു വരിക. ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മളിപ്പോ എല്ലാവർക്കും ആദ്യം ഗണപതിയും ബാലയും കൊടുക്കുന്നതെന്ന് ചോദിച്ചാല് തടസ്സം മാറ്റാനും. ബാല ശുദ്ധീകരണ മന്ത്ര. കാരണം ഒരു തൈരിനകത്ത് മത്തിട്ട് കടയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേൺ ചെയ്യുമ്പം ഐം ക്ലീം സൗഹു സൗഹു ക്ലീം ഐം, എന്താ മേളിലോട്ടും താഴോട്ടും അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്താ കടഞ്ഞ് 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 തൈരിനകത്തുനിന്ന് വെണ്ണ, വെണ്ണയ്ക്കകത്തുനിന്ന് നെയ്യ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രോസസ്സിംഗ് ആണ്, ക്ലെൻസിങ് പ്രോസസ് ആണ് ബാല. അപ്പൊ നമ്മൾ എത്രത്തോളം ബാല ജപിക്കുന്നോ നമ്മള് പ്രവൃത്തി ദോഷം, കാരണം പ്രവൃത്തി കൊണ്ടുണ്ടായ ദോഷങ്ങളെല്ലാം മാറണമെങ്കിൽ നമ്മൾ ബാല ജപിക്കും. കാരണം ഈ പറഞ്ഞ ബാല എന്ന് പറയുന്നത് പഞ്ചദശി മന്ത്രത്തിന്റെ ഷോർട്ട് ഫോം തന്നെയാണ്. അപ്പൊ ഇനി നമ്മള് സാധാരണ വിനിയോഗം പറയുമ്പോൾ എന്താ, കുറച്ച് വെള്ളം കയ്യിൽ എടുത്തിട്ട് പറയാം. വിനിയോഗ എന്താ, വെള്ളം കയ്യിൽ വെച്ചിട്ട് ചെയ്യാൻ പറയുന്ന ജലം സാക്ഷിയാണ്. ജലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ 72% ജലമാണ്. അപ്പൊ ജലത്തെ സാക്ഷി നിർത്തി നമ്മൾ പറയുന്നു എന്താ, ഞാനിത് ചെയ്യും എന്ന് പറയുന്ന സാക്ഷിയാക്കി ചെയ്യുക. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ ഋഷിമുനിമാര് ദേഷ്യം വരുമ്പോ കമണ്ടലു നിന്ന് ജലം എടുത്തിട്ട് അങ്ങനെ ശപിച്ച് താഴെ ഒഴിക്കുന്നത് എന്താ, സാക്ഷി ജലമാണ്. കാരണം പ്രപഞ്ചം എന്ന് പറയുന്നത് ഏറ്റവും ശക്തി ഉള്ള ഭൂതം ജലമാണ്. പ്രാണൻ ജലരൂപത്തിലാണ്, എല്ലാം ജലത്തിൽ നിന്നാണ്. ഇപ്പൊ സൂര്യനെ പോലെ തന്നെ പ്രാധാന്യം ജലത്തിനുണ്ട്. അപ്പോ പിന്നെ എന്താ, ഇത് ഇത്രയൊക്കെയാണ് ജപങ്ങളിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പൊ നമുക്ക് എന്താണ് ഭഗവാനെ, ഈ ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഭഗവാൻ ഭഗവതി എന്നൊക്കെ പറയുമ്പോൾ ഐശ്വര്യമുള്ള ഭഗങ്ങളുള്ള ആളിനെ, ഈശ്വരനെ എനിക്ക് കിട്ടണം. അപ്പൊ ആരെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഭഗവാനെ വേണം, അല്ലെ, ഈശ്വരിയെ വേണം, ഭഗവതിയെ വേണം. എന്താണ് അപ്പൊ ഈ ഈശ്വരനെ കിട്ടിയവരെയാണ്, ഭഗവാനെ കിട്ടിയവരെയാണ് നമ്മൾ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്, അല്ലെ. ഭാഗ്യം എന്താണ്, ഭാഗ്യ സൂക്തം എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പൊ എന്താണ് ഈ 6 ഭഗങ്ങൾ ഭഗവാന്റെ, ഈശ്വരന്റെ? അതായത് ഈശ്വരൻ എന്നുള്ള നാമത്തിന് അർഹത വേണമെങ്കിൽ നമുക്ക് 6 കാര്യങ്ങൾ വേണം. ഈശ്വരൻ എല്ലാവരുടെയും ഉള്ളില്, ഈശ്വര സർവഭൂതാന ഹൃദ്ദേശേ അർജുന തിഷ്ഠതി, എല്ലാവരുടെയും ഉള്ളിൽ ഈശ്വരനുണ്ട്. പക്ഷെ ഈ 6 എന്താ പറയാ ഗുണങ്ങളുള്ള ഒരാളിനെ മാത്രമേ ഈശ്വര സമാനനായിട്ട് കാണാൻ പറ്റൂ. നമ്മുടെ ഉള്ളിൽ ഈ 6 ഗുണങ്ങൾ നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മളും ഈശ്വരന് തുല്യമാണ്. കാരണം എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ പൂർണ്ണനാണ്. പൂർണ്ണം, ആ ഒരു പൂർണ്ണമായിട്ടുള്ള പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമത പൂർണ്ണമിതം, പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം എടുത്താൽ എന്താ, അവിടെയും പൂർണ്ണം ഇവിടെയും പൂർണ്ണം. നമുക്ക് അപൂർണത തോന്നുന്നത് നമ്മുടെ ശരീരവുമായിട്ടുള്ള താതാത്മ്യം കൊണ്ടാണ്. അപ്പൊ എന്താണ് ഭഗവാൻ എന്നുള്ള വാക്കില് ഈ 6 ഭഗങ്ങൾ എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഐശ്വര്യമാണ്. ഐശ്വര്യം, ഈശ്വരൻ എന്നുള്ള വാക്ക് വന്നിരിക്കുന്ന എവിടുന്ന, ഐശ്വര്യത്തിൽ. ഈശ്വരൻ ഉള്ളിടത്ത് ഐശ്വര്യമുണ്ട്, സംശയിക്കേണ്ട. കാരണം ഐശ്വര്യത്തിന്റെ നിറകുടാണ് നമ്മുടെ ഭഗവതി. സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരി. അമ്മ ഉള്ളിടത്ത് എന്ത് ഐശ്വര്യക്കുറവ്.
നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടുവരുന്ന ദോഷങ്ങളല്ലാതെ ഈ ദേവി ഇരിക്കുന്നിടത്ത് ഐശ്വര്യപൂർണവും. കാരണം ഈ ദേവിയെ വിളിച്ചാലും ഐശ്വര്യം ഇല്ലാതിരിക്കാൻ കാരണം ദേവി അവിടെ ഇല്ല. ഐശ്വര്യമില്ലാത്തടത്ത് ഭഗവതി ഇരിക്കില്ല, ഭഗവതി ഇരിക്കില്ല. കാരണം ഈ ഭഗങ്ങൾ വേണം നമുക്ക്. അപ്പൊ ഒന്നാമത്തെ ഭഗം എന്താണ്? ഐശ്വര്യം. അപ്പോ രണ്ടാമത്തതോ ധർമ്മം. ഒരു ധാർമ്മികമായിട്ടുള്ള ജീവിതം നമ്മൾ നയിച്ചാൽ മാത്രമേ ഈശ്വരനെ പ്രാർത്ഥിക്കാൻ അർഹത പോലും ഉള്ളൂ. കാരണം നമ്മൾ പറഞ്ഞു വേദോഖിലം ധർമ്മമൂലം എന്ന്. വേദത്തിന്റെ ഈ അറിവിന്റെ ഈ പറഞ്ഞ പ്രപഞ്ചത്തിലെ എല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് ഒരു ധർമ്മത്തെ ബേസ് ചെയ്താണ്. അപ്പൊ അഖിലം എല്ലാത്തിനെയും ബേസ് ചെയ്തത് ധർമ്മമാണെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് ധാർമ്മികമല്ല. ധർമ്മത്തിനെതിരായിട്ടാണെങ്കിൽ അധർമ്മികളാണെങ്കിൽ അവിടെ ഈശ്വരനില്ല. രണ്ട്. മൂന്നാമത്തത് യശസ്. യശസ് എന്ന് പറഞ്ഞാൽ എന്താ? കീർത്തി. എങ്ങനെയാ കീർത്തിമാനാകുന്നത്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി തനിക്ക് വേണ്ടിയിട്ടല്ലാതെ അന്യർക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവിടെ കീർത്തിമാൻ. ഇന്ന് കീർത്തി കിട്ടുന്നത് എങ്ങനെയാ? പേഴ്സണാലിറ്റി വെച്ചിട്ടല്ലേ? പലതും ചെയ്ത് കുറെ പണമൊക്കെ പ്രൊജക്ട് ചെയ്ത് അങ്ങനെ ഇങ്ങനെ അതൊക്കെ പല രീതിയിലുള്ള കീർത്തികൾ, ദുഷ്കീർത്തി, സത്കീർത്തി, അതൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇന്ന് എങ്ങനെയാണ് നമ്മുടെ ആ ഋഷിമുനിമാര്, നമ്മുടെ ഈശ്വരന്മാര്, നമ്മൾ എന്താ ഭഗവാനെ എന്നും സ്മരിക്കാൻ കാരണം അവരുടെ സത്കീർത്തി കൊണ്ട്. അപ്പൊ കീർത്തി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ആ ഒരു ജനസമ്മതി എന്ന് പറയാം. എല്ലാവരുടെയും ഉള്ളില് വസിക്കാൻ ഉണ്ടായിട്ടുള്ള ക്വാളിറ്റീസ്, അതാണ് യശസ്. 4 ശ്രീ. ശ്രീ എന്ന് പറയുന്നത് എന്താ? എസെൻസ് ഓഫ് എവറിത്തിങ്. അതിനെയാണ് നമ്മൾ ശ്രീ എന്ന് പറയുന്നത്. എന്താ? ഈ പറഞ്ഞതിന്റെ എല്ലാം എസെൻസ്, ആ ഒരു ടോട്ടാലിറ്റിയിൽ വരുന്ന ആ ശ്രീ. നമ്മൾ വാക്കിന്റെ പിറകെ ശ്രീ ചേർക്കും. ശ്രീ എന്ന് പറഞ്ഞാൽ ബഹുമാനം, ഐശ്വര്യം, യശസ്, ധർമ്മം എല്ലാം കൂടെ ചേർന്നതാണ് ശ്രീ. അഞ്ചാമത്തത് വൈരാഗ്യം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിഗതക രാഗം. നമുക്ക് എല്ലാത്തിനോടുമുള്ള അറ്റാച്ച്മെന്റിൽ നിന്ന് വിട്ടു നിൽക്കുക, അല്ലാതെ വേറൊരാളോടുള്ള പേഴ്സണൽ വൈരാഗ്യമല്ല. ആറാമത്തത് മോക്ഷം, മോഹങ്ങളുടെ ക്ഷയം. നമുക്ക് ജീവിതത്തില് ഒരു എന്താ പറയാ എല്ലാത്തിന്റെയും എസെൻസിനെ അറിഞ്ഞു കഴിഞ്ഞ് മനസ്സ് എല്ലാത്തിൽ നിന്നും വിട്ട് മോക്ഷ സാധനയിലേക്ക് പോവുക. എല്ലാത്തിന്റെയും എന്താ പറയാ എൻഡിങ് പോയിന്റ് ഒന്നുമില്ലായ്മയാണെന്ന് തിരിച്ചറിഞ്ഞാൽ, ഒന്നും നമ്മളില് ഇല്ല, നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ഒന്നും നമ്മുടേതല്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് മനസ്സിന് ഒരു വിഡ്രോയൽ വരും. അതിനാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പൊ ഈ 6 കാര്യങ്ങൾ ഉള്ള ആരോ ആ ആളിനെ നമ്മള് ഭഗവാൻ എന്ന് പറയും. അപ്പൊ ഇത് പറയാൻ കാരണം എന്താ? ഈ മാല ജപിക്കലും എന്താ പറയാ ഈ പറയുന്ന എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്ന എന്തിനാ? നമുക്ക് ഈ മോക്ഷം വേണം, നമുക്ക് ഈശ്വരനെ അറിയണം, അതിനു വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ ഈ ക്വാളിറ്റീസും കൂടെ നമ്മൾ അറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മോക്ഷത്തിന് നമ്മള് അധികാരികളാകൂ. അപ്പൊ ആദ്യം പറഞ്ഞ 4 പ്രവൃത്തി മാർഗമാണ്. പ്രവൃത്തി, നിവർത്തി 2 ഉണ്ട്. പ്രവൃത്തി ഏതൊക്കെയാണ്? നമ്മൾ ഐശ്വര്യം, ധർമ്മം, യശസ്, ശ്രീ, ഇത് 4 പ്രവൃത്തി. നിവർത്തിക്കുക എന്ന് പറഞ്ഞാല് നമ്മുടെ മനസ്സുകൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കുക. ആ നിവൃത്തി ഏതൊക്കെയാണ്? വൈരാഗ്യം, മോക്ഷം. അപ്പൊ അങ്ങനെ ഈ 6 കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കാൻ, നമ്മളെ ഈശ്വര തുല്യമായിട്ട് നമ്മളെ മാറ്റണമെങ്കിൽ ഈ 6 കാര്യങ്ങൾ നമുക്കുണ്ടായിരിക്കണം. അപ്പൊ ഭഗവാൻ ഒരിക്കലും ഒരു സയന്റിസ്റ്റ് എല്ലാം കണ്ടുപിടിച്ച് അയാൾക്ക് തന്നിൽ വളരെ തന്നെ എന്താ പറയാ വളരെ അഹങ്കാരം, എനിക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ദൈവത്തിനെ വെല്ലുവിളിച്ചു എന്നാണ്. ഈശ്വരനോട് പറഞ്ഞു, എന്ത് പറയൂ, ഞങ്ങൾ ഉണ്ടാക്കി തരാം. ഭഗവാൻ ചെയ്യുന്ന എല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പിന്നെന്താ ഭഗവാനും ഞാനും തമ്മിലുള്ള വ്യത്യാസം? അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഒരു കഥയാണ്. ഭഗവാൻ പറഞ്ഞു, ഒരു കുടം ഉണ്ടാക്കൂ കാണട്ടെ എന്ന് പറഞ്ഞു. അവര് മണ്ണെടുത്തു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, മണ്ണെടുക്കരുത്, കാരണം മണ്ണ് എന്റേതാ, നീ നിന്റെ സ്വയമായിട്ട് ഉണ്ടാക്ക. അപ്പൊ ഉടൻ തന്നെ നോക്കി, എല്ലായിടത്തും ചുറ്റും നോക്കി. ജലം അത് ഭഗവാന്റെയാണ്, അഗ്നി ഭഗവാന്റെയാണ്, ഈ ഉണ്ടാക്കാൻ പോകുന്ന കൈ ഭഗവാന്റെയാണ്, ഈ ചിന്തിക്കുന്ന മനസ്സിരിക്കുന്ന ശരീരം ഭഗവാന്റെയാണ്. അപ്പൊ ജലം, മണ്ണ്, കൈകളെല്ലാം എന്റേതാണ്, ഭഗവാന്റെയാണ്. അപ്പോ ഞാൻ എന്ന വ്യക്തി എന്താ? ഒന്നുമല്ല. നമ്മള് വിചാരിക്കുന്ന വെറും മണ്ടത്തരങ്ങളാണ്. എല്ലാം ഒന്നും നമ്മുടേതല്ല, എല്ലാം ഈശ്വരന്റെയാണ്. ഈശ്വരനോട് നമുക്ക് എന്നും കടപ്പെട്ടിരിക്കണം. ഞാൻ എന്നുള്ള വ്യക്തി ഇന്ന് ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് ഈശ്വരന്റെ അനുഗ്രഹമാണ്. ഇതറിയുന്നവനാണ് ഭാഗ്യവാൻ. ഈ ഭഗങ്ങളെ, ഈ ഐശ്വര്യത്തെ, ഈ ഭഗവാനെ അറിയുന്ന ആളിനാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ മന്ത്രജപങ്ങൾക്കും പുറകില് ഒരു ഭഗവാനെ, ഇഷ്ട ദേവതയെ നമുക്ക് കിട്ടാനാണ് ഈ മന്ത്രജപങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ 7 കോടി മന്ത്രങ്ങള് എല്ലാം തന്നെ ഓം എന്ന പ്രണവത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം അത് പ്രപഞ്ച മന്ത്രമാണ്. പ്രപഞ്ചത്തിലെ ഒരു എന്താ പറയാ സ്ഫോടനം എന്ന് പറഞ്ഞ ബിഗ് ബാങ് തിയറിയിലൂടെ
ആ ഒരു എന്താ പറയുക വലിയ സ്ഫോടനം നടന്നുവെന്നും അതിൽ നിന്ന് നാദത്തിന്റെ കലകളായിട്ട് ഈ പ്രപഞ്ചം ഉണ്ടായി എന്നും നമ്മുടെ പുരാണങ്ങൾ പറയുന്നു. അപ്പൊ ഈ സപ്തകോടി മന്ത്രങ്ങൾ വന്നിരിക്കുന്ന എവിടുന്നാണ്? 3 അക്ഷരങ്ങളുള്ള അകാര, ഉകാരം, മകാരം എന്ന് പറയുന്ന പ്രണവത്തിൽ നിന്നാണ്. അപ്പോ ഇഷ്ടദേവത എന്താ? ഇത് പ്രപഞ്ച മന്ത്രമാണ്. അപ്പൊ ഇഷ്ടദേവത നമുക്ക് ഒരെണ്ണേ പാടുള്ളൂ. ഒരുപാട് ഇഷ്ടദേവതകളെ ഇഷ്ടപ്പെടാൻ പാടില്ല. കാരണം പല ദേവതകളെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ എന്താ പറയുക കോൺസെൻട്രേഷൻ കാണില്ല. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഇഷ്ടദേവത ഒന്നിനെ നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പോ അതിൽ വേണം നമ്മൾ ശ്രദ്ധിക്കാനും. ഇഷ്ടഗുരു, ഇഷ്ടദേവത എല്ലാം ഒന്നായിരിക്കണം. അതോ പല ഗുരുക്കന്മാരുടെ നിന്ന് പല വഴികളും ഈശ്വരനിലാണ് എത്തിച്ചേരുന്നെങ്കിൽ നമ്മൾ പല ഗുരുക്കന്മാരെ സ്വീകരിച്ചാൽ എന്ത് പറ്റും? ഒരിക്കലും സമാധാനം കിട്ടില്ല. ഒരാൾ ഇങ്ങോട്ട് നടക്കാൻ പറയും, മറ്റേ ആൾ അങ്ങോട്ട് നടക്കാൻ പറയും. അപ്പൊ നമ്മളെന്താ? നമ്മുടെ ജീവിതം വ്യർത്ഥമായി പോകും. നമുക്ക് ഒരിക്കലും ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഗുരുക്കന്മാർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ആയിട്ട് മാറും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് ഗുരുവിന്റെ കീഴിൽ ചെന്ന് പഠിച്ചാലും അത് എന്തിനാണ്? നമ്മുടെ ഉയർച്ചയ്ക്കും നമുക്ക് ലക്ഷ്യസ്ഥാനം കാണാനും വേണ്ടിയിട്ടാണ്. ഒരു ഗുരുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വിഡ്ഢിയായിരിക്കാം, മണ്ടനായിരിക്കാം, ചിലപ്പോൾ നമുക്ക് അതിന് അധികാരിയല്ലായിരിക്കാം. പക്ഷെ ഗുരുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മാറ്റാൻ പാടില്ല. കാരണം അവിടെ ഗുരു ശാപം എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. ഇപ്പൊ ഞാൻ വേറൊന്നും കൊണ്ട് പറയുന്നതല്ല, ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ക്ഷയിക്കാതെ എന്ത് ചെയ്യും? വേറൊരു ഗുരുവിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ശാപമായിരിക്കാം, ഒന്നും പൂർത്തീകരിക്കാൻ പറ്റില്ല. അതേസമയം കുറച്ച് കഷ്ടപ്പെട്ടാലും നമ്മൾ നമ്മുടെ നല്ലതായിട്ട് കർമ്മങ്ങൾ ചെയ്താൽ എങ്ങനെ ഇരിക്കും? നമ്മുടെ ആ വിശ്വാസം, ശ്രദ്ധ എല്ലാം ആശ്രയിച്ചിരിക്കും നമ്മുടെ കർമ്മത്തിന്റെ പൂർത്തീകരണം. അപ്പോ നമുക്ക് ഇഷ്ടദേവതയും ഗുരുവും ഒന്നേ പാടുള്ളൂ. അപ്പൊ നമുക്ക് ഒരിക്കലും നമ്മൾ സെലക്ട് ചെയ്താൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കും. ഏത് മനുഷ്യന്റെയും ജീവിതത്തില് ഒരു ടേണിംഗ് പോയിന്റ് വരുന്ന ഒരു മുഹൂർത്തമുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട്, എന്റെ ജീവിതം മാറ്റിമറിച്ച മുഹൂർത്തം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? എല്ലാവരുടെ ജീവിതത്തിലും കാണും. എവിടെയാണ്? ഈ ആധ്യാത്മിക സാധനയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു ചെറിയ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പഴുത്ത് പക്വമായിട്ടിരിക്കുന്ന ആ ഒരു ഫലം കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് മാത്രമേ മരത്തിൽ നിന്ന് താഴെ വീഴുള്ളൂ. ഓട്ടോമാറ്റിക്. നമ്മൾ എറിഞ്ഞു വീഴ്ത്തുന്നതല്ല, പറിച്ചു വെക്കുന്നതുമല്ല. അത് എന്ത് ചെയ്യണം? അതിന്റെ ഞെട്ടറ്റ് ഭൂമിയിൽ വീഴണം. അതാണ് പൂർണ്ണമായിട്ട് പക്വമായ ഫലം എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ മനസ്സ് ഈ പറഞ്ഞ ആധ്യാത്മിക യാത്രയിൽ കയറുന്നതിന് മനുഷ്യൻ എപ്പോഴും എന്താ പറയാ, അതിന്റെ ഉള്ളിൽ ഒരു ചോദനയുണ്ട്, നമുക്ക് അതിനെ കുറിച്ച് അറിയണം. പക്ഷെ നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. അതിനെ അടിച്ചമർത്തി നമ്മൾ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ ഇരിക്കും മനസ്സിനെ വെച്ച്. പക്ഷേ ഒരു സുമുഹൂർത്തം, നമ്മൾ എപ്പോഴാണോ നമ്മുടെ ഗുരുവിനെ കണ്ടുകിട്ടുന്നത് അതിനെയാണ് സുമുഹൂർത്തം എന്ന് പറയണത്. നമ്മുടെ ജീവിത വിജയം അതിനെ ആശ്രയിച്ചിരിക്കും. അതുവരെ നമ്മൾ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. പക്ഷെ ഈ ടേണിംഗ് പോയിന്റ് അത് എപ്പോഴും എവിടെ വെച്ച് എങ്ങനെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ദൃശ്യമായിരിക്കാം, ചിലപ്പം ഒരു പേപ്പർ ആയിരിക്കാം, ചിലപ്പോൾ ഒരു വ്യക്തിയെ കാണുന്നതായിരിക്കാം, ചിലപ്പോൾ നമ്മൾ പ്രപഞ്ചത്തിൽ നിന്നുള്ള ഒരു ദൃശ്യത്തും കൊണ്ട് നമ്മുടെ മനസ്സിൽ വരുന്ന മാറ്റമായിരിക്കും. അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലിരിക്കും. നമുക്ക് നരേന്ദ്രനെ കുറിച്ച് അറിയാം. നരേന്ദ്രൻ ഒരു BA ഓണേഴ്സിന് പഠിക്കുന്ന ചെറുപ്പക്കാരനായിരുന്നു നരേന്ദ്രൻ പിൽക്കാലത്ത് ലോക പ്രശസ്തനായിട്ട് അറിയപ്പെടുന്ന വിവേകാനന്ദ സ്വാമികള്. അപ്പൊ BA ക്ലാസ്സിൽ, അതായത് BA ഓണേഴ്സിന് പഠിക്കുന്ന നരേന്ദ്രൻ എന്ന ചെറുപ്പക്കാരൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നത്. അതായത് കാൽപ്പനിക സാഹിത്യം ആണ് അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ റൊമാൻറ്റിക് ലിറ്ററേച്ചർ ഉള്ള ക്ലാസ്സില്, റൊമാൻറ്റിക് ലിറ്ററേച്ചർ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ഒരു ദിവസം ഒരു വള്ളക്കാരൻ എന്ന് പറഞ്ഞാൽ സായിപ്പ്, നമ്മുടെ ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ അദ്ദേഹം ഇരുന്ന് ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുകയാണ്. അവിടെ വേർഡ്സ്വർത്തിന്റെ ഒരു കവിത പറയുകയാണ്. ഒരു വേർഡ്സ്വർത്തിന്റെ രണ്ട് എന്താ പറയാ ഡെഫിനിഷൻസ് പറയാണ്. ഒന്ന്, നമ്മുടെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഓവർഫ്ലോ ഓഫ് ഇമോഷൻസ്, അതായത് ഹൃദയത്തില് ഒരു പ്രപഞ്ചത്തിലെ നല്ല ഭംഗിയുള്ള ഏറ്റവും ആ പ്രപഞ്ച ശില്പിയുടെ കരവിരുത് കണ്ട് കവിത നിറഞ്ഞ ഒരു മനസ്സുകൊണ്ട് ആ മനസ്സിൽ ഓവർഫ്ലോ ചെയ്യുന്ന ഒരു അനർഗളമായിട്ടുള്ള ഒരു പ്രവാഹം വികാരങ്ങളുടെ, അതാണ് കവിതയായിട്ട് പുറത്തു വരുന്നത്. നമുക്കത് പറഞ്ഞാൽ മനസ്സിലായില്ല. ഒരു കവിക്ക് പ്രപഞ്ചത്തിന്റെ ഭംഗി, ഒരു മഴവില്ല് കാണുമ്പോൾ, ഒരു സൂര്യാസ്തമയം കാണുമ്പോൾ, പറവകൾ പറക്കുന്ന കാണുമ്പോൾ, ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും എന്നും പ്രചോദനമാണ്. അപ്പൊ കവി ഹൃദയം എന്ന്, അതുകൊണ്ടാണ് അവരെ കവി എന്ന് പറയുന്നത്. അവർക്ക് ശക്തിപാത്തുണ്ട്, അവരുടെ ഉള്ളിൽ ഒരു ശക്തി ചേതനയുണ്ട്. അവരുടെ വാക്കുകള് ആ ഹൃദയം നിറയുമ്പോൾ അവരെന്ത് ചെയ്യും? അവർക്ക് അവരുടെ വാക്കുകള് എന്താ പറയാ നിർഗളമായിട്ട് ഒഴുകും.
ആ ഒഴുകി എത്തുന്നതാണ് നമ്മൾ വേർഡ്സ്വർത്തിന്റെ അദ്ദേഹത്തെ നേച്ചർ പോയിറ്റ് എന്നാ പറയുന്നത്. അപ്പൊ നേച്ചറിനെ കുറിച്ച് ആ ഭംഗി ഇങ്ങനെ വാക്കുകളിലൂടെ ഒഴുകി വരും. അത് നമ്മൾ കവിതകളായിട്ട് പഠിക്കുന്നു. അതിനൊരു പോയറ്റിക് ഹാർട്ട് വേണം നമുക്ക്. അവിടെ ഈശ്വരൻ വേണം, എല്ലാത്തിലും ഈശ്വരനെ കാണാൻ പറ്റണം, എന്നാലേ നമുക്ക് ആ ഒരു ഹൃദയം ഉണ്ടാവുള്ളൂ. അപ്പൊ ആദ്യം പറഞ്ഞത് എന്തിനെ പറ്റിയാണ്? സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് ഇമോഷൻ ആണ് പറഞ്ഞത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ഈ സായിപ്പ പറയുന്നത് നമ്മുടെ നാട്ടിലെ ഋഷിമാരൊന്നും അല്ല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു റീകളക്ഷൻ ഓഫ് മെമ്മറീസ് ഇൻ സമാധി. സമാധി എന്നൊരു വാക്ക് കേട്ടതും നരേന്ദ്രൻ ഒന്ന് ഞെട്ടി. കാരണം സമാധി ഒരു വല്ലാത്ത ആകർഷണം അതിൽ വന്നു. പെട്ടെന്നൊന്ന് ശരീരമൊക്കെ വല്ലാണ്ടായി. അപ്പൊ അദ്ദേഹം എണീറ്റ് നിന്നിട്ട് സമാധി അവസ്ഥയിലെ മനസ്സിന്റെ അവസ്ഥ, അതിനെക്കുറിച്ചാണ് സായിപ്പ് പറഞ്ഞത്. അപ്പൊ നമുക്ക് മെമ്മറീസ് ഉണ്ടോ, നമുക്ക് ചിന്തകളുണ്ടോ, അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ, റീകളക്ട് ചെയ്യാൻ പറ്റുമോ, അതോ എന്റെ ഉള്ളിലിരിക്കുന്ന ആത്മവസ്തുവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ എനിക്ക് പ്രപഞ്ചം, ടൈം ആൻഡ് സ്പേസ് ഇല്ലാതെ ഞാൻ വേറൊരു ലോകത്തായിരിക്കുമോ? ഇതിനെക്കുറിച്ചാണ് സായിപ്പ് അവിടെ സംസാരിച്ചത്. ഉടനെ തന്നെ നരേന്ദ്രന്റെ മനസ്സൊരു കാൽപ്പനിക ലോകത്തേക്ക് പോയി. അദ്ദേഹം ശരീരബോധം വിട്ട് വല്ലാത്ത ഒരു അവസ്ഥയിലായി പോയി. കാരണം സമാധി എന്നുള്ള ഒറ്റ വാക്ക്. അപ്പൊ നരേന്ദ്രൻ എണീറ്റെന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, എന്താണ് സമാധി അവസ്ഥ, എനിക്ക് പറഞ്ഞു തരൂ, എന്താണ് ഈ ട്രാങ്ക്വിലിറ്റി? അപ്പൊ സായിപ്പ് പറഞ്ഞു, അതെനിക്ക് ആ യൂറോപ്യൻ എന്തറിയാം സമാധിയെ കുറിച്ച്? അപ്പൊ അദ്ദേഹം പറയാണ്, എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല, പക്ഷെ അത് അനുഭവിക്കുന്ന ഒരാള് ഈ കൽക്കട്ടയിൽ ഉണ്ടെന്ന് കേട്ടു. അദ്ദേഹം ഈ ട്രാങ്ക്വിലിറ്റിയിൽ, അതായത് ഈ സമാധി അവസ്ഥയിൽ ഇരിക്കാറുണ്ട്, ഈശ്വരനെ കാണാറുണ്ട്, പാടാറുണ്ട്, നൃത്തം ചെയ്യാറുണ്ട്. ആ അവസ്ഥയിൽ അദ്ദേഹം കരയും, ചിരിക്കും, ഭ്രാന്തനെ പോലെ പെരുമാറും. അത് വല്ലാത്ത ഒരു അവസ്ഥയാണ്. അതൊരു അനുഭവിക്കുന്ന ആൾക്ക് മാത്രമേ തരാൻ കഴിയുള്ളൂ, പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പൊ ചോദിക്കും, ആരാണത് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, ദക്ഷിണേശ്വരത്തിലെ ഭ്രാന്തനായിരിക്കുന്ന പൂജാരിയാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഈ സ്റ്റേറ്റിൽ ഇരിക്കുന്നത്, ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ നരേന്ദ്രൻ അന്നത്തെ കാലത്ത് വളരെ ഒരു യുക്തിവാദിയായിരുന്നു. കാരണം വിഗ്രഹാരാധനയൊക്കെ എതിർത്തിരുന്ന സമയം, സഗുണ ബ്രഹ്മം, അതായത് സഗുണമായിട്ടുള്ള ഈശ്വരാരാധനയെ എതിർത്തിരുന്ന ആളാണ് നരേന്ദ്രൻ. അന്ന് ഈ ബ്രഹ്മ സമാജമൊക്കെ വന്ന കാലത്ത് അവിടെയൊക്കെ നിർഗുണ ഭാവത്തിലാണ് ഈശ്വരാരാധന നടത്തിയിരുന്നത്. അവിടെ ഭജൻസ് ഒക്കെ പാടും. അങ്ങനെ ഇരുന്ന ഒരു സമയം, ചെറുപ്പമല്ലേ. അപ്പൊ ഈ വിഗ്രഹത്തെ പൂജിക്കുന്ന ഭ്രാന്തനായ പൂജാരിയെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ ഉള്ളിൽ ഒരു മാറ്റം. അതാ ഞാൻ പറഞ്ഞു, ഒരു മുഹൂർത്തം, ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡില് ആ അദമ്യമായിട്ടുള്ള ആഗ്രഹം, അതെന്താണ്, എനിക്കത് അറിയണം എന്നുള്ള ആഗ്രഹം നരേന്ദ്രന് പിന്നെ ഇരിക്കാൻ പറ്റാതായി. പിറ്റേ ദിവസം തന്നെ നരേന്ദ്രൻ എന്ത് ചെയ്തു, തന്റെ കൂട്ടുകാരെ എല്ലാം വിളിച്ച് ഈ ദക്ഷിണേശ്വരത്ത് കാളി ക്ഷേത്രത്തിൽ പൂജ നടത്തുന്ന ശക്തിധരൻ എന്ന് പറഞ്ഞ തന്റെ സഹോദരനാണ് പൂജ കഴിച്ചുകൊണ്ടിരുന്ന ആ ഒരു ദക്ഷിണ കാളി ദേവിയെ പൂജിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് സുഖമില്ലാതായി. പകരക്കാരനായിട്ട് വന്ന രാമകൃഷ്ണൻ, അദ്ദേഹമാണ് കാളി പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കുടിലില്, ചെറിയ ഒരു കോട്ടേജിൽ താമസിക്കുന്ന രാമകൃഷ്ണനെ കാണാൻ പോകുന്നു. ആര്? ഈ പറഞ്ഞ നരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹമോ വിഗ്രഹാരാധനയിൽ അഗ്രഗണ്യൻ, കാളി വിഗ്രഹത്തെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന രാമകൃഷ്ണദേവൻ. അപ്പോ കൂട്ടുകാരുമായിട്ട് എങ്ങനെയാ അദ്ദേഹം പോകുന്നത്? ഗംഗയിലൂടെ യാത്ര ചെയ്ത് പോകുന്ന, ഗംഗയെ തരണം ചെയ്ത് ഒരു ചെറിയ ഷിപ്പിൽ പോവുകയാണ്. തന്റെ ഗുരുവാണ്, അറിയില്ല ആരാണോ എന്തോ, എന്തായാലും എനിക്ക് ഈ സമാധി അവസ്ഥയെ അറിയണം എന്ന് പറഞ്ഞ് പോവുകയാണ്. അവിടെ ചെന്ന് ആ കുളിരിന്റെ മുമ്പിൽ ചെന്ന് ഇരുന്നു. ആ കുറച്ചു നേരം ഇരുന്നപ്പോഴത്തേക്ക് അകത്തു നിന്ന് ഉദിച്ച സൂര്യനെ പോലെ ഒരാൾ ഇറങ്ങി വരിക. രാമകൃഷ്ണ പരമഹംസർ എന്ന് പറയുന്ന പൂജാരി. എല്ലാരെയും നോക്കി 3-4 പേര് ഇരിക്കുന്നു. പക്ഷെ കണ്ണുകൾ ഉടക്കിയത് നരേന്ദ്രന്റെ മുഖത്താണ്. അദ്ദേഹത്തെ തന്നെ നോക്കി. എന്നിട്ട് രാമകൃഷ്ണ പരമഹംസർ ചോദിക്കുകയാണ്, എന്താ എത്ര കാലമായി ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. നോക്കൂ, ഇതാണ് ഗുരു ശിഷ്യ ബന്ധം. എത്ര കാലമായിട്ടാണ് നിന്നെ ഞാൻ കാത്തിരിക്കുന്നത്. നരേന്ദ്രന് വളരെ അത്ഭുതം തോന്നി. അപ്പൊ നരേന്ദ്രൻ ചോദിച്ചു, അങ്ങേക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ ഇവിടെ വന്നിട്ടേ ഇല്ല, അങ്ങനെ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ ഞാൻ എന്നെ കാത്തിരിക്കുന്നു എന്ന് പറയാൻ? കാത്തിരിക്കുന്നതാരാ? നമുക്ക് നേരത്തെ പരിചയമുള്ളവരല്ലേ നമുക്ക് കാത്തിരിക്കാൻ പറ്റുള്ളൂ. പുതിയതായിട്ട് ഒരാൾ, ആദ്യമായിട്ട് വരുന്ന ആളെ നിന്നെ കാത്തിരിക്കാന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ശരിക്കും എല്ലാരും പറഞ്ഞ പോലെ ഭ്രാന്ത് തന്നെയാ. എന്താണ് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ എന്നെ കുറിച്ച് പറയുന്നു എന്ന് ചോദിച്ചു നരേന്ദ്രൻ വളരെ അത്ഭുതത്തോട് ഇരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ശരിക്കും എന്താ പറയാ, ആ ഒരു ഫോഴ്സ്, ഡ്രൈവിംഗ് ഫോഴ്സ്, ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആത്മാവിനെ അറിഞ്ഞ മനസ്സിന്റെ തരംഗങ്ങൾ ഇങ്ങനെ നരേന്ദ്രനെ ചുറ്റി നിൽക്കുക. വല്ലാത്ത ഒരു ആകർഷണത്വം അദ്ദേഹത്തിനോട് തോന്നുകയാണ്. 3 ചോദ്യങ്ങളെ ചോദിച്ചുള്ളൂ. അപ്പൊ ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? എന്താ ഇത്രയും യാത്ര ചെയ്ത് വന്നത്? ഒരു യുവാവായിട്ടുള്ള നീ എന്ത് പറ്റി, എന്തെങ്കിലും അറിയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. സാധാരണഗതിയിൽ ആ കാലത്തുള്ള ചെറുപ്പക്കാർ ചോദിക്കുന്ന പോലെ 3 ചോദ്യങ്ങളെ ചോദിച്ചുള്ളൂ. എന്താണ്? ദൈവമുണ്ടോ? ദൈവത്തെ കണ്ടിട്ടുണ്ടോ?
എനിക്ക് ദൈവത്തെ കാണിച്ചു തരാമോ? 3 ചോദ്യങ്ങൾ രാമകൃഷ്ണ പരമഹംസരോട് ചോദിക്കുകയാണ്. ഒറ്റ ഉത്തരം, ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് പോലും ഉത്തരം പറയാൻ എടുത്തില്ല. ഓ പിന്നെന്താ, കാണിച്ചു തരാമല്ലോ എന്ന് പറഞ്ഞു. മൂന്നിനും രണ്ട് പ്രത്യേകം ഉത്തരമൊന്നുമില്ല. ഈശ്വരനുണ്ടോ? ഉണ്ട്. അനുഭവം കണ്ടിട്ടുണ്ടോ? ഉണ്ട്. കാണിച്ചു തരാൻ പറ്റുമോ? പറ്റും. ഇനി എന്താ ഇതിൽ കൂടുതൽ വേണ്ടത്? ഇത് പറഞ്ഞ് പതുക്കെ നരേന്ദ്രനെ എന്ത് ചെയ്തു? കുറച്ച് മാറ്റി ഇരുത്തി ആളിന്റെ ഇടയിൽ നിന്നിട്ട് എന്ത് ചെയ്തു? കാണണോ നിനക്ക്? തീർച്ചയായിട്ടും എന്ന് പറഞ്ഞിട്ട് തന്റെ പാദങ്ങൾ കൊണ്ട്, വലത് കാലുകൊണ്ട് ഈ പറഞ്ഞ നരേന്ദ്രന്റെ ഹൃദയഭാഗത്ത് ചവിട്ടുകയാണ് രാമകൃഷ്ണ പരമഹംസർ. ചവിട്ടിയതും പിന്നെന്താ, നരേന്ദ്രന് ഒന്നും ഓർമ്മയില്ല. പൊട്ടി കരയുക. അമ്മ 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 എന്ന് വിളിച്ച് പൊട്ടി കരയുന്ന ഒരു കൊച്ചു കുഞ്ഞ്, അമ്മയുടെ മടിയിൽ കിടക്കുന്ന പ്രപഞ്ച മാതാവിന്റെ മടിയിലെ കൊച്ചു കുഞ്ഞിനെ പോലെ നരേന്ദ്രൻ വീണ്ടും 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 വേറൊരു സമാധി അവസ്ഥ. എത്ര നേരം അവിടെ ഇരുന്നു, എത്ര നേരം കരഞ്ഞു. ഒറ്റ വാക്കേ ഓർമ്മയുള്ളൂ, എനിക്ക് അമ്മയെ കാണണം, അമ്മയെ കാണണം, അമ്മ എന്ന് വിളിച്ച് കരയുകയാണ്. ആ ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റ്. ആ ഗുരുവിന്റെ പാദത്തില് ആ മുഖം ചേർത്ത് വെച്ച് പറഞ്ഞു, എനിക്ക് അമ്മയെ കാണിച്ചു തന്നു, എനിക്ക് അമ്മയെ കാണിച്ചു തന്നു, എനിക്ക് വിവേകം വേണം. പോയി ചോദിക്കും, നിനക്ക് എന്താ വേണ്ടത്? അകത്തിരിപ്പോണ്ട് അമ്മ, പോയി ചോദിക്കെന്ന് പറഞ്ഞു. വിഗ്രഹത്തിനെ, കാളി മാതാവിന്റെ വിഗ്രഹത്തെ കാണിച്ചിട്ടാ പറയുന്നത്, നിനക്ക് എന്താ വേണ്ടത്? തന്റെ എന്താ പറയാ, വീട്ടില് കുറച്ച് ദാരിദ്ര്യമാണ്. സഹോദരിമാർക്ക് ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ഒരു സമയമായിരുന്നു നരേന്ദ്രന്റെ വീട്ടിലെന്ന്. നിനക്ക് എന്ത് വേണം നീ ചോദിക്കും, നിന്റെ ഭക്ഷണത്തിന്, പഠിത്തത്തിന് എന്ത് വേണോ ചോദിക്കാം, അമ്മ എല്ലാം തരും എന്ന് പറഞ്ഞ് അകത്തേക്ക് പറഞ്ഞു വിടുകയാണ്. ആദ്യം പോയി തിരിച്ചു വന്നു, രണ്ടാമത് പോയി തിരിച്ചു വന്നു, മൂന്നാമതും പോയിട്ട് തിരിച്ചു വന്നു. എനിക്ക് ചോദിക്കാൻ പറ്റില്ല, എന്റെ അമ്മയോട് എനിക്കൊന്നും ചോദിക്കാൻ പറ്റില്ല. ഒന്നേ ഞാൻ ചോദിച്ചുള്ളൂ, എനിക്ക് വിവേകം തരൂ, എനിക്ക് വിവേകം വേണം, ഞാൻ മനുഷ്യനായിട്ട് ജീവിക്കണം, എന്റെ ഉള്ളിലുള്ള ആ സത്തയെ എനിക്കറിയണം. അങ്ങനെയാണ് അദ്ദേഹം വിവേകാനന്ദൻ എന്നറിയപ്പെട്ടത്. അപ്പൊ എന്താണ് ഇതിന്റെ, നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ദാറ്റ് വാസ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ പിന്നെ എഴുതിയിട്ടുണ്ട് എന്താണ് ഈ അവസ്ഥ. തന്റെ ആ ഒരു ഗുരു വന്ന് എന്താണ് തനിക്ക് തന്നതെന്നുള്ളത് അദ്ദേഹം, ആ ഒരു ആർജവം, ആ ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് കൊടുക്കാൻ ആർക്ക് പറ്റും? അത്രയും ആർജവമുള്ള ഒരു ഗുരുവിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ അന്തർനേത്രമാണ് തുറന്നത്. ആ അന്തർനേത്രം, അതായത് ജ്ഞാനക്കണ്ണ് തുറന്നപ്പോൾ ആരെ കണ്ടു? എല്ലാവരുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വര ശക്തിയാണ് അത് കാണുന്നത്. തന്റെ ഉള്ളിലെ ഈശ്വരന്റെ ദർശനം കിട്ടുകയാണ്. അതാണ് ശരിക്കുള്ള സമാധി അവസ്ഥ. അപ്പൊ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ദാറ്റ് വാസ് എ ടെറിബിൾ എക്സ്പീരിയൻസ് വിച്ച് ട്രാൻസ്ഫോം മീ. എന്നെ ട്രാൻസ്ഫോം ചെയ്തത്, എനിക്കൊരു ട്രാൻസ്ഫോർമേഷന് കാരണമുള്ള ആ ഒരു ടെറിബിൾ ആയിരിക്കുന്ന എക്സ്പീരിയൻസ് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. വേറെ ആരുടെ ജീവിതത്തിലും എനിക്കറിയില്ല, പക്ഷെ എന്റെ ജീവിതത്തിൽ എന്റെ ഗുരു തന്ന അദ്ദേഹത്തിന്റെ പാദദീക്ഷയാണ് കൊടുത്തത്. അദ്ദേഹത്തിന്റെ പാദസ്പർശം കൊണ്ട് എന്തിനെയാണോ ഞാൻ അറിയേണ്ടത്, എന്തിനെയാണോ എന്റെ ജീവിതം സ്വാർത്ഥകമാക്കിയത്, എന്തിനെയാണോ ഒരു മനുഷ്യ ജീവിതത്തെ പുണ്യതരമാക്കുന്നത്, അത് ഞാൻ അറിഞ്ഞു എന്ന് പറയുകയാണ്. അപ്പൊ അതുപോലെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എന്താ? ഈ ഒരുപാട് ബാഹ്യപൂജകളൊന്നുമല്ല, ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് മതി. എല്ലാവരും പറയാറുണ്ട് ഇല്ലേ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. അത് ആ എക്സ്പീരിയൻസ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലേക്ക് എന്താ, നമ്മളൊരു യു ടേൺ അടിച്ചു കൊണ്ടുപോകും. നമ്മളൊരു ട്രാഫിക് ഐലൻഡിൽ വരുമ്പോ കാറ് യു ടേൺ അടിച്ചു പോവാന്ന് പറയില്ലേ, അതുപോലെ അവിടെ ചെല്ലുമ്പോൾ നമ്മള് പിന്നെ മുമ്പോട്ട് പോവില്ല. ഈ പ്രപഞ്ചത്തിലെ ആ ഒരു ജീവിതം മനസ്സുകൊണ്ട് നമ്മൾ കുറച്ച് മാറ്റം വരുത്തും. എന്ത് ചെയ്യും? തിരിച്ച് എന്നിലോട്ട്. യു ടേൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെപ്പോഴും നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ, ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ പുറത്ത് പൊയ്ക്കൊണ്ടിരുന്ന നമ്മള് ഒരു യു ടേൺ അടിച്ച് അകത്തോട്ട് യാത്ര ചെയ്യാൻ തുടങ്ങും. അവിടെയാണ് ഇരിക്കുന്നത് യഥാർത്ഥ ശക്തി എന്ന് നമ്മൾ തിരിച്ചറിയും. അപ്പൊ നമ്മൾ ഒരു സക്സസ്ഫുൾ പേഴ്സൺ എന്ന് പറഞ്ഞാല്, ജീവിത വിജയം എന്ന് പറഞ്ഞാല്, പാശ്ചാത്യര് പറയുന്ന പോലെ സക്സസ്ഫുൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ പാശ്ചാത്യരെ സംബന്ധിച്ച് എന്താ? സ്വിസ് ബാങ്കിലെ അക്കൗണ്ട്, കോടികള്, അനേക നിലയുള്ള മാളികകള്, ബിസിനസ് മാഗ്നറ്റുകള്, BMW കാറുകള് ഇല്ലേ, ബ്രാൻഡഡ് വസ്ത്രങ്ങള്. ഒരു കൊച്ചുകുട്ടിയുടെ ഷൂസിന്റെ വില 6000, 10000 രൂപ. അമ്മയും അച്ഛനും ഒക്കെ അഭിമാനത്തോട് പറയും, 3 വയസ്സുള്ള കുട്ടി, ഒരു കുടിലില് ഒരു അമ്മയ്ക്ക് തന്റെ 3 കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കാൻ അരിയില്ല. ആ ഒരു രാജ്യത്ത് നമ്മൾ 6000, 8000 രൂപയുടെ ഷൂസ് ഇട്ടിട്ട് എന്റെ മകൾക്ക് അത് ഇഷ്ടമാണ് അഭിമാനത്തോടെ പറയാറുണ്ട്. ബ്രാൻഡഡ് കാര്യങ്ങളെ നമ്മൾ ഉപയോഗിക്കും. ബ്രാൻഡഡ് ഷൂസ്, ബ്രാൻഡഡ് ക്ലോത്ത്സ്, അതിന് വാല്യൂ എന്തോ, അവർക്ക് വാല്യൂ കൊടുക്കുന്ന എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് അവർ ബാഹ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വാല്യൂ കാണുന്നു. എത്രയോ പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട് 6000, 8000 രൂപ. അതിൽ കുറച്ച് രൂപ, ഒരു സാധാരണ ചെരുപ്പ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ കാലിനെ പ്രൊട്ടക്ട് ചെയ്യണം. നമുക്ക് നടക്കുമ്പോൾ നമ്മുടെ എന്താ പറയാ, കാലിന് ഒന്നും മുള്ളു കൊള്ളരുത്, അതിനൊരു സുഖം വേണം. അത്രയല്ലേ ചെരുപ്പിന്റെ ഇതുള്ളൂ. ഈ ബ്രാൻഡഡ് കൊണ്ട് എത്ര പേർക്ക് നമുക്ക് സഹായിക്കാൻ പറ്റും?
അത് നമ്മളൊരു ജീവിതത്തിൽ, ഇതാണ് പാശ്ചാത്യം, അതിനാണ് മെറ്റീരിയലിസം എന്ന് നമ്മൾ പറയുന്നത്. ഈ അടിസ്ഥാനമായിട്ട് അത് അവര് നമ്മള് അതിനെ വിലയിരുത്തുക. നമുക്കും പാശ്ചാത്യരുടെ നമ്മുടെ ഭരണം കൊണ്ട് നമ്മളും ഒരു സക്സസ്ഫുൾ പേഴ്സൺ അങ്ങനെ കാണാൻ തുടങ്ങി. ഇതൊക്കെ ഉള്ളത് ജീവിത സൗകര്യങ്ങള്, അടിസ്ഥാന സൗകര്യമുള്ളവരൊക്കെ പാവങ്ങളും അല്ലാത്തവരൊക്കെ എന്താ ഐശ്വര്യമുള്ളവരും, അങ്ങനെ ഒരു സക്സസ്ഫുൾ പേഴ്സന്റെ മുഖമുദ്രകള് പണ്ടത്തതുപോലെയല്ല, മാറിപ്പോയി. പക്ഷെ എന്നാൽ ഭാരത സംസ്കാരത്തിന്റെ അടിസ്ഥാനം എന്താണ്? സത്യം, ധർമ്മം, മൂല്യങ്ങളാണ്. ആധ്യാത്മികം. അവൻ സന്തോഷമായിട്ടിരിക്കണോ? അവൻ എന്താണ് സന്തോഷം കൊടുക്കുന്നത്? ഇതിനെ ആശ്രയിച്ച നമ്മുടെ ഭാരതീയ സംസ്കാരം. ഇവിടെയുള്ള ഉയർന്ന സംസ്കാരമുള്ളവരെല്ലാം തന്നെ ഭിക്ഷക്കാരായിരുന്നു. ഭിക്ഷക്കാരെന്ന് പറഞ്ഞാൽ എന്താ? അവരൊന്നും നേടിയില്ല, അവരൊന്നും ഉണ്ടാക്കി വെച്ചില്ല, ബാങ്ക് ബാലൻസ് ഇല്ലായിരുന്നു. പക്ഷെ അവർ അറിവ് കൊണ്ട് നിറവുണ്ടായിരുന്നതാണ്. അവര് ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ദേവിയുടെ മുമ്പിൽ ഇരുന്നവരാണ്. അവർക്ക് മാത്രമേ ബാക്കിയുള്ളവരുടെ മനസ്സ് നിറയ്ക്കാൻ പറ്റിയിരുന്നുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ എന്താ ആ രാജകൊട്ടാരത്തെ ഉപേക്ഷിച്ച് ഒരു ബുദ്ധഭിക്ഷു ആവാൻ പറ്റൂ. ആ ബുദ്ധൻ എന്ന് പറയുന്ന രാജകൊട്ടാരത്തിൽ തന്റെ എന്താ പറയാ എല്ലാം തന്റെ ആ ഒരു ജനിച്ചപ്പോ തന്നെ ഇദ്ദേഹത്തിന് ഒരു സന്യാസ ദീക്ഷ എടുക്കണ ഒരു ജാതകമായതുകൊണ്ട് എല്ലാ സുഖസൗകര്യങ്ങളുടെയും ഇടയിൽ 26 വയസ്സ് വരെ എല്ലാത്തിനെയും മറച്ച് അദ്ദേഹത്തെ ജീവിപ്പിച്ചു. പക്ഷെ എന്ത് കാണണം, എന്ത് കാണണ്ടാതെ മറച്ചു വെച്ചോ അതെല്ലാം അദ്ദേഹം ഒരു ദിവസം വെളിയിൽ പോയപ്പോ കാണുകയാണ്. ജന്മ മൃത്യു ജര വ്യാധി. ജന്മമുണ്ട്, മൃത്യുണ്ട്, ജരയുണ്ട്, വാർദ്ധക്യമുണ്ട്, മരണമുണ്ട്. ഇതെല്ലാം തന്നെ പണം കൊടുത്ത് നമുക്ക് എന്താ പറയാ ഇത് മാറ്റി വെക്കാൻ പറ്റില്ല എന്നുള്ള സന്തോഷം അത് അറിയണം. അപ്പൊ എന്ത് ചെയ്തു? ആ ഒരു നിമിഷം കൊണ്ട് അദ്ദേഹം എന്തിലൊക്കെയാണോ ഇരുന്നത് അത് ത്യജിക്കാൻ തയ്യാറായി. ഈ കൊട്ടാരമല്ല എനിക്ക് സുഖം തരുന്നത്, യഥാർത്ഥ മൂല്യം തരുന്നത്. ഇത് വിട്ടുപോകുമ്പോ അറിയേണ്ട കാര്യങ്ങൾ എനിക്ക് അറിയണം. ആ പണം കൊടുത്ത് ജീവിത സുഖത്തെ വാങ്ങാൻ പറ്റില്ല. അപ്പോ ഇറ്റേണൽ ആയിട്ടിരിക്കണം ആ ശാശ്വത സുഖം ആ ലോകത്തിന് തന്ന ഋഷീശ്വരന്മാര് ആരും ധനികരല്ലായിരുന്നു. അപ്പൊ ദാനം കൊടുത്തവരാണ് അവര്. അവര് തന്ന ദാനമാണ് ഇന്ന് നമ്മള് ഈ പ്രഷ്യസ് ആയിട്ടിരിക്കുന്ന അറിവുകള്. ആ അറിവുകൾ പഠിച്ച് നമ്മൾ അത് നേടുന്നതെല്ലാം ധനത്തെ തൃണവൽഗണിച്ചുകൊണ്ട്. സോക്രട്ടീസ് എന്താ പറയുന്നത്? സോക്രട്ടീസ് എന്താ ഒരു കുതിര വണ്ടി ഓട്ടക്കാരനായിരുന്നു. ഇന്നും സോക്രട്ടീസിന്റെ ചിന്തകൾ നമ്മൾ ലോകം അംഗീകരിക്കുകയാണ്, ഇല്ലേ? വണ്ടിക്കാരനായിരുന്നു അദ്ദേഹം. വണ്ടിക്കാരനാണെന്നാണോ നമ്മൾ അറിയുന്നത്? ഒരിക്കലുമല്ല. അദ്ദേഹത്തിന്റെ ചിന്തകള്, ആ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എല്ലാം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിരുന്നു. ലോകത്തിലെ ചിന്തകരായിരുന്നു അവര്. ചിന്തിച്ച് യഥാർത്ഥ സത്യത്തെ, നിത്യവും അനിത്യവും എന്താണെന്ന് നമ്മളെ കാണിച്ചു തന്നവരായിരുന്നു. അപ്പോ അതുപോലെ മഹാഭാരതത്തിലെ വിതുരർ ആരാണ്? വിതുര സംഹിത തന്നെ ഉണ്ട്. വിതുരർ എന്ന് പറഞ്ഞാൽ ദാസീപുത്രനായിരുന്നു. ആ കൊട്ടാരത്തില് നമ്മുടെ യഥാർത്ഥത്തില് നമ്മുടെ ധൃതരാഷ്ട്രയുടെ സഹോദരനാണ്. ദാസി ആയതുകൊണ്ട് ദാസീപുത്രൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു ചെറിയ എന്താ പറയാ ആ സ്ഥാനത്തിൽ കുറവുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ഇന്നും ധൃതരാഷ്ട്രയാണോ വിതുരരെയാണോ നമ്മൾ സ്മരിക്കുന്നത്? എല്ലാവരും വിതുരരുടെ ചിന്തകൾ 101 എന്താ പറയാ പോയിന്റ്സ് ടു എന്താ ബ്ലിസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് തന്നെയുണ്ട്. അപ്പോ ഇത് നമ്മുടെ എന്താ പറയാ നമ്മുടെ യഥാർത്ഥ മൂല്യം നിശ്ചയിക്കുന്നത് ബാഹ്യമായിട്ടുള്ള യാതൊന്നുമല്ല. പണത്തെ അല്ല ലോകം നമ്മൾ ആദരിച്ചിരുന്നത്, നമ്മുടെ മനസ്സിനെയും ചിന്തകളെയുമായിരുന്നു. അപ്പൊ നമ്മളെ ഭാരത സംസ്കാരം എന്ന് പറയുന്നത് എന്താ? മാതാ, പിതാ, ഗുരു, ദൈവം ഇവയില് അധിഷ്ഠിതമാണ്. അമ്മ എന്നാൽ നമ്മുടെ പെറ്റമ്മ, നമ്മുടെ ഫിസിക്കൽ മദർ, നമ്മുടെ ബയോളജിക്കൽ മദർ, അല്ലെ? പ്രപഞ്ചേശ്വരി. ഇത് രണ്ടമ്മമാരാണ് നമുക്ക്. ആ രണ്ടാമത്തെ അമ്മയെ, നമ്മൾ ആദ്യത്തെ അമ്മയെ മറന്നിട്ട് നമ്മൾ കാണുന്നത് എന്താ? ഈ രണ്ടാമത്തെ അമ്മയെ മാത്രമേ നമ്മൾ കാണുള്ളൂ. പക്ഷെ യഥാർത്ഥ നമ്മുടെ സോൾ മേറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ജീവൻ വന്നിരിക്കുന്നത് ഈ അമ്മയാണ്, ഈ അമ്മയിൽ നിന്നാണ്. അപ്പോ നമ്മൾ ഒരു അമ്മ എന്ന് പറയുമ്പോ എന്താ അമ്മയ്ക്കുള്ള ഒരു പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അമ്മയ്ക്ക് ജന്മം നൽകുന്നത് ഒരു വലിയ വേദനയാണ്. ജന്മം, ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ 9 മാസം അമ്മ സഹിക്കുന്ന വേദന. നമുക്ക് ആരെങ്കിലും വേദന കൊടുത്ത സന്തോഷം കാണുമോ? നമ്മളെ ഒരു അടി അടിച്ചാൽ നമ്മൾ ചുമ്മാ ഇരിക്കുമോ? തിരിച്ചുടനെ അടിക്കില്ലേ ദേഷ്യം വരും. അതേസമയം ഒരു അമ്മയ്ക്ക് ആ കുഞ്ഞു കൊടുക്കുന്ന വേദന ആലോചിച്ച് നോക്കൂ. പക്ഷെ ആദ്യത്തെ ദിവസം മുതൽ സന്തോഷത്തോടെ ആ അമ്മ വേദനകൾ സഹിക്കുക, ആരോടും കംപ്ലൈന്റ് ഇല്ല. അതാണ് അമ്മ. ആ ഒരു സഹനശക്തി, ആ ഒരു സന്തോഷം, ഇല്ലേ? അവർ ഒരു പരാതിയും പറയുന്നില്ല. അത് നമുക്കറിയാം, വേദന അളക്കാനായിട്ട് ഡെൽ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്. പണ്ട് എല്ലാവരും പറയാറുണ്ട്, ആ ഡെല്ല് വെച്ചിട്ട് വേദന എത്ര ഉണ്ടെന്ന് അളക്കാൻ പറ്റും. സാധാരണ 15 ഡെല്ല് ഒക്കെ കാണുമ്പോൾ നമ്മൾ എന്താ 35 ഡെല്ല് വരെയൊക്കെ ഒരു മനുഷ്യന് വേദന താങ്ങാൻ പറ്റുന്ന പറയണത്. അത് കഴിഞ്ഞ ബോധം കെട്ട് വീണ് പോകും, നമ്മൾ അൺകോൺഷ്യസ് ആവും. പക്ഷെ ഒരു പ്രസവ വേദന എന്ന് പറഞ്ഞാൽ 55 ഡെൽ എന്നാ പറയുന്നത്. അപ്പൊ അമ്മ എന്താണ് എത്ര വേദന സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞിനെ, പ്രസവ വേദന എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ പുറത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത്. അത് ആ 9 മാസം ആ വയറിനകത്ത് ആ ഒരു
എന്താ പറയുക യൂട്രസിലിരുന്ന് ആ മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകുക. പക്ഷെ ആ ഒരു കുഞ്ഞിനെ പുറത്ത് ഇത്രയും വേദന സഹിച്ച് പുറത്തു വരുന്ന ജീവി എന്നല്ലേ നമുക്ക് തോന്നുള്ളൂ. എങ്ങനെയെങ്കിലും ശല്യമാണ്. അങ്ങനെയാണോ അമ്മ കാണുന്നത്? ഇന്ന് നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.